ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 7 ശ്ലോകം നമ്പർ എന്താണ് 15 പകുതിയായി ആൾമോസ്റ്റ് പർപ്പോട്ട്. എന്തായാലും ശ്ലോകം നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. ആസ്മി മാതാജി. हरे कृष्णा प्रभु जी। नमां दुष्कृतिनो मूढ़ा प्रपद्यन्ते नराधमा मायया प्रहृतज्ञान आसुरं भावमाश्रिता. സിമി മാതാജി ഒന്ന് റിസൈറ്റ് ചെയ്യൂ. हरे कृष्णा। नमां दुष्कृतिनो मूढा प्रपद्यन्ते नराधमः मयायापहृतज्ञाना आसुरां भवमाश्रितः. ട്രാൻസ്ലേഷൻ കൂടി ഒന്ന് വായിച്ചോളൂ. Translation: Those miscreants who are grossly foolish, who are lowest among mankind, whose knowledge is stolen by illusion, and who partake of the atheist nature of demons, do not surrender unto me. വെരി ഗുഡ്. അപ്പോൾ 4 കാറ്റഗറീസിലെ ആൾക്കാർ എന്നെ സമീപിക്കില്ല എന്നാണ് പറയുന്നത് അല്ലെ. നമാം ദുഷ്കൃതം, പാപം, അതായത് ദുഷ്കൃതം, ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാർ, പാപം ചെയ്യുന്ന ആൾക്കാർ. മൂഢ, അതായത് ഗ്രോസ്ലി ഫൂളിഷ് എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തെ നരഹതമ, ലോവസ്റ്റ് ഓഫ് ദി മാൻകൈൻഡ്. മായയ അഭൃതജ്ഞാനം, മായ കൊണ്ട് അവരുടെ ജ്ഞാനം നഷ്ടപ്പെട്ടവർ. ആസുരം ഭാവം ആശ്രിത, അത് അസുരിക് മെന്റാലിറ്റി, അതായത് ഏത്തിസ്റ്റിക് ടൈപ്പ് ഓഫ് 4 തരത്തിലുള്ള ആൾക്കാർ ഭഗവാനെ സമീപിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് അതിൻ്റെ പർപ്പോട്ട് വായിച്ചു. അപ്പോൾ നമുക്ക് എവിടെ നിർത്തി അവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. So it's the duty of the guardians of children to revive the divine consciousness dormant in them. The 10 processes of reformatory ceremonies as enjoined in the Manusmriti, which is the guide to religious principles, are meant for reviving God consciousness in the system of Varnashrama. However, no process is strictly followed now in any part of the world, and therefore 99.9% of the population is Nara. അപ്പോൾ പ്രഭുപാദ പർപ്പോട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് 99.9% ഓഫ് ദി പോപ്പുലേഷൻ നരാധമ, നരന്മാരിൽ അധമന്മാരായിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യേണ്ട ചില റിഫോർമേറ്ററി പ്രോസസ്സൊക്കെ ഉണ്ട്, സംസ്കാരങ്ങളുണ്ട്. മനുഷ്യനായിട്ട് ജനിച്ചാൽ ചില സംസ്കാരങ്ങൾ ചെയ്യണം. അതൊന്നും ചെയ്യുന്നില്ല കലികാലത്തിൻ്റെ പ്രഭാവം കാരണം. കലികാലത്തിൽ കലഹം, കാപട്യം, ഇതാണ് 2 പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലേ. അപ്പോൾ ആർക്കും ഈ ധർമ്മം അനുസരിച്ചിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമില്ല. എല്ലാവർക്കും ഭൗതിക തലത്തിലുള്ള ആ സുഖം, ഭോഗം മാത്രമേ ആവശ്യമുള്ളൂ. എന്താണ് ധർമ്മം, എന്താണ് നീതി, ഇതൊന്നും, ഈ നീതിബോധം, ധർമ്മബോധം ഒന്നും ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണോ നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഈ സംസ്കാരങ്ങളെ പറ്റിയിട്ട്, അതിൽ പ്രധാനപ്പെട്ട 10 സംസ്കാരങ്ങളാണ്, റിഫോർമേറ്ററി സെറിമണീസ് ആണ് നമ്മളുടെ
നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് ജന്മന ജായതോ ജായതേ ശൂദ്ര. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്. ഓക്കെ, ജന്മന ജായതേ ശൂദ്ര സംസ്കാരാത് ഭവേ ദ്വിജ. സംസ്കാരം കൊണ്ടാണ് നമ്മൾ ദ്വിജന്മാരാണ്. എന്താണ് ദ്വിജ എന്ന് പറഞ്ഞാൽ? ദ്വിജ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ജന്മന ജായതേ ശൂദ്ര സംസ്കാരാത് ഭവേ ദ്വിജ. ബ്രാഹ്മണന്മാര്. ദ്വിജ എന്ന് പറഞ്ഞാൽ ട്വൈസ് ബോൺ. നമുക്ക് 2 ബർത്ത് ഉണ്ട്. ഒന്ന് ബയോളജിക്കൽ ബർത്ത് ഫ്രം അവർ മദർ, ഓക്കെ. രണ്ടാമത്തെ ഉപനയനം, ഓക്കെ, നമ്മളുടെ ദീക്ഷ എടുക്കുമ്പോഴുള്ള ആ ഒരു ബർത്ത്, സ്പിരിച്വൽ ബർത്ത്. അപ്പോൾ സംസ്കാരാത് ഭവേ ദ്വിജ, സംസ്കാരം കൊണ്ടാണ് നമ്മൾ ദ്വിജനായി തീരുന്നത്, ട്വൈസ് ബോൺ. ഓക്കെ. വേദപഠനാത് ഭവേദ് വിപ്ര. വേദപഠനം കൊണ്ട് നമ്മുടെ ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ വിപ്രനാവുന്നു. വിപ്ര എന്ന് പറഞ്ഞാൽ ലേണഡ് മാൻ. ഓക്കെ. ബ്രഹ്മജാനാതി ഇതി ബ്രാഹ്മണം. ബ്രഹ്മജ്ഞാനം കൊണ്ട് നമ്മൾ ബ്രാഹ്മണൻ. അപ്പൊ ബ്രാഹ്മണൻ ആണെങ്കിൽ ബ്രഹ്മജ്ഞാനം വേണം. ബ്രാഹ്മണന്റെ ആ യോഗ്യതകളും ക്വാളിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രാഹ്മണനാവും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന മനുസ്മൃതി പ്രകാരം ഓക്കെ നമ്മൾ ധർമ്മം അനുഷ്ഠിക്കണം. അതിന് ചില പ്രോസസ്സുകളുണ്ട്, സെറിമണീസ് ഉണ്ട്, സംസ്കാരങ്ങളുണ്ട്. അത് ഫോളോ ചെയ്യണം. അതെല്ലാം എന്തിനാണ്? ഈ നമ്മളുടെ കൃഷ്ണാവബോധത്തിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ സംസ്കാരങ്ങൾ. ഓക്കെ, നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംസ്കാരങ്ങൾ. റിവൈവിങ് ഗോഡ് കോൺഷ്യസ്നെസ് ഇൻ ദ സിസ്റ്റം ഓഫ് വർണ്ണാശ്രമം. വർണ്ണ ആശ്രമം ഏതെല്ലാം? 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഏതൊക്കെയാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, സോറി പറഞ്ഞോളൂ, അത് ശരിയാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഓക്കെ ഓക്കെ, അതാണ് പറഞ്ഞത്. പിന്നെ ആശ്രമം എന്താ പറയാ? ബ്രഹ്മചര്യം, വാനപ്രസ്ഥ, സന്യാസം, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസം. ഓക്കെ, അതാണ് വർണ്ണാശ്രമം. അപ്പൊ ഈ വർണ്ണാശ്രമത്തിൽ നമ്മൾ ജീവിക്കണം. അതൊരു എന്തിനാണ് വർണ്ണാശ്രമത്തിൽ നമ്മൾ ജീവിക്കുന്നത്? എന്നാലേ നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് എത്തും. വർണ്ണാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ, അത് മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മളെ പടിപടിയായിട്ട് ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ കൃഷ്ണാവബോധത്തിൽ എത്തും. റിവൈവിങ് ഗോഡ് കോൺഷ്യസ്നെസ് ആണ് നമ്മുടെ ഗോഡ് കോൺഷ്യസ്നെസ്. അതിനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വർണ്ണാശ്രമം. However, no process is strictly followed now as in any part of the world. കലികാലത്തിന്റെ വൈഭവം കാരണം ഇന്ന് ഇങ്ങനത്തെ യാതൊരു വർണ്ണാശ്രമം തമ്മിൽ ശരിക്കും നമ്മൾ സ്ട്രിക്ട് സെൻസിൽ ഫോളോ ചെയ്യുന്നില്ല. ആൻഡ് therefore അതുകൊണ്ട് 99.9% ഓഫ് ദ പോപ്പുലേഷൻ ഇസ് നരാധം. അതുകൊണ്ടാണ് പറയുന്നത് പ്രഭുപാദ പർപ്പോട്ടിൽ 99.9% ആൾക്കാരും നരാധമൻ എന്നുള്ള കാറ്റഗറിയിൽ പെടും. ഓക്കെ, അപ്പോൾ എന്താണ് 4 തരത്തിലുള്ള ആൾക്കാർ പറഞ്ഞ്? മൂഢ, നരാധമ, ഓക്കെ, ആരുടെ ബുദ്ധിയാണോ മായ അപഹരിച്ചിരിക്കുന്നത്, പിന്നെ നിരീശ്വരവാദികൾ, എത്തിയിസ്റ്റിക് മെന്റാലിറ്റി, അസുരന്മാർ. അപ്പോൾ ഇതിൽ 99.9% ആൾക്കാരും നരാധമന്മാരാണ്. അവർക്ക് അറിയുന്നില്ല എന്തിനാണ് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്, എന്തിനാണ്. ഓക്കെ, അതായത് കൃഷ്ണാവബോധത്തിൽ നമ്മൾ വളരാനാണ്, ബാക്ക് ടു ഗോഡ്, ഭഗവത് ധാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. So when the whole population becomes Naradhama, naturally all their so-called education is made null and void by the all-powerful energy of physical nature. Okay. അവർ എന്താണ് പ്രഭുപാദ ഇവിടെ പറയുന്നത്? നാച്ചുറലി ഓൾ their so-called education. എന്താ ഈ so-called education? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പറയും. So why this adjective? So-called education. മെറ്റീരിയലി പഠിക്കുന്നതാണോ പ്രഭുജി? അത് ഈ ഇതെല്ലാം വിദ്യയാണ്. ഇതൊന്നും നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിനോ ഗോയിങ് ബാക്ക് ടു ഗോഡിനോ ഉപകരിക്കുന്നില്ല. ഈ നമ്മളുടെ സർവൈവലിന് മാത്രം, റൊട്ടി കപ്പട മക്കാൻ, ഇതിന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അതും ആവശ്യമാണ്.
പക്ഷേ നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കൃഷ്ണാവബോധത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, മറ്റത് ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കും. അതിന് പ്രത്യേകിച്ച് നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ആണ് അപ്പോൾ their so called education is made null and void by all powerful energy of the physical nature. ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഈ മനുഷ്യജന്മം കിട്ടിയത് എന്തിനാണ്? സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഞാനും ഭഗവാൻ തമ്മിലുള്ള ബന്ധം എന്താണ്? ഓക്കെ, അഹം ബ്രഹ്മാസ്മി, ഐ ആം സ്പിരിറ്റ് സോൾ അല്ലേ. ഭഗവാൻ എന്താണ്? പരബ്രഹ്മനാണ്. ഞാൻ ബ്രഹ്മനാണെങ്കിൽ ഭഗവാൻ ആരാണ്? പരബ്രഹ്മൻ. അപ്പൊ ബ്രഹ്മന്റെ ദൗത്യം എന്താണ്? കടമ എന്താണ്? പരബ്രഹ്മനെ സേവിക്കുക എന്നുള്ളത്. അത് മറന്ന് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സേവിക്കുകയാണ് ഇപ്പോൾ അല്ലേ. അപ്പോ അതിനെ മനസ്സിലാക്കി തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിദ്യ വേണം, കൃഷ്ണാവബോധത്തിൽ ജീവിക്കണം. നമ്മളുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം, മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ ഗോയിങ് ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡ് ആണ്. അപ്പൊ അതില്ലാണ്ട് നമ്മൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സേവിച്ച് വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വന്നും പോയി കൊണ്ടിരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗീത, എ ലേണഡ് മാൻ ഈസ് ഹി who sees on equal terms the learned brahmana, the dog, the cow, the elephant and the dog eater. ഏത് ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഏത് ശ്ലോകമാണ് പ്രഭുപാദ് ഇവിടെ റിഫർ ചെയ്തിരിക്കുന്നത്? മാത്രമേ ഓർമ്മയുള്ളൂ, പണ്ഡിത സമദർശിനി. ഓക്കെ, ആദ്യത്തെ വാക്യം ഇത് പറയാം. അതായത് വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സുപാകേ ച പണ്ഡിതാ സമദർശന. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സുപാകേ ച പണ്ഡിതാ സമദർശന. അതാണ് ഇവിടെ പറയുന്നത് പ്രഭുപാദ്. ഓക്കെ, ലേണഡ് ബ്രാഹ്മണ, a learned man is he who sees on equal terms, equal vision, the learned brahmana, the dog, the cow, the elephant and the dog eater. അതാണ് ഒരു ലേണഡ് ബ്രാഹ്മണ, പണ്ഡിതൻ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, ആ ലെവലിൽ നമ്മൾ വളർന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ വിഷൻ ഓഫ് എ ട്രൂ ഡിവോട്ടി. ശരിക്കുള്ള ഭക്തൻ ആ ശരീരമല്ല നോക്കുന്നത്, ശരീരത്തിന്റെ ഉള്ളിലുള്ള ആ ഡിവിനിറ്റി, ആ സ്പിരിറ്റ് സോളിനെയാണ് കാണുന്നത്. ശരീരം നമ്മൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ശരീരം, നമുക്കെല്ലാം മനുഷ്യ ശരീരങ്ങളുണ്ട്. മറ്റ് ചില ജീവജാലങ്ങൾക്ക് മൃഗങ്ങളുടെയും പക്ഷികളുടെയും കൃമികീടങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ശരീരം കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടാൻ കാരണം? എല്ലാവരുടെയും കർമ്മഫലം അനുസരിച്ചിട്ടാണ് അവർക്ക് ശരീരം കിട്ടിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ സ്പിരിറ്റ് സോൾ എല്ലാം ഒന്നാണ്. ഒരു വൃക്ഷത്തിൻ്റെയും ഒരു പക്ഷിയുടെയും കൃമിയുടെയും ഒരു ആനയുടെയും ഒരു നായയുടെയും, നായ കഴിക്കുന്ന ആ ഒരു മനുഷ്യന്റെയും ഒരു പണ്ഡിതന്റെയും ബ്രാഹ്മണന്റെയും എല്ലാവരും ഉള്ളിലിരിക്കുന്നത് ആരാണ്? സെയിം സ്പിരിറ്റ് സോളാണ്. ശരീരം മാത്രം, ആവരണം മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ഇൻ ഈക്വൽ ടേംസ്, ഈക്വൽ വിഷനിൽ ഒരു പണ്ഡിതൻ എല്ലാവരും കാണുന്നത്. സോ ദാറ്റ് ഈസ് ദ വിഷൻ ഓഫ് എ ട്രൂ ഡിവോട്ടി. ശ്രീ നിത്യാനന്ദ പ്രഭു, who is the incarnation of Godhead, is as divine master delivered the typical Naradhamas, the brothers Jagai and Madhai, and showed how the mercy of a real devotee is bestowed upon the lowest of men. അപ്പൊ നമുക്കറിയാം ജഗായ് മധായുടെ ആ എങ്ങനെ ഉദ്ധരിക്കപ്പെട്ടു നിത്യാനന്ദ പ്രഭുവിന്റെ കൃപ കൊണ്ട്, മേഴ്സി കൊണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നരാധമന്മാരെ അവരെ ഉദ്ധരിക്കാൻ പറ്റും. അവരെ അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് അവരിങ്ങനെ ജീവിക്കുന്നത്. പക്ഷെ അവരെ നമുക്ക് നമ്മളുടെ പരിശ്രമത്തിലൂടെ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. എല്ലാവർക്കും യാരെ ദേഖ താരെ കഹ കൃഷ്ണ ഉപദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരെ കണ്ടാലും അവരോട് കൃഷ്ണന്റെ ഉപദേശം കൊടുക്കണം. എന്താണ്? അറ്റ്ലീസ്റ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ വേണ്ടി പറയണം. വേറൊന്നും നമുക്ക് അറിഞ്ഞില്ലെങ്കിലും കൂടിയിട്ട് ഇത്രയും പറഞ്ഞ് അവർ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയാൽ അവര് ദിവസേന അങ്ങനെ ആ മഹാമന്ത്രം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് അവരും ശുദ്ധീകരിക്കപ്പെടും, അവരും പ്യൂരിഫൈ ആവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജഗായ് മധായ് നമ്മളുടെ നിത്യാനന്ദ പ്രഭുവിന്റെ മേഴ്സി കാരണം, കൃപ കാരണം അവരെയും കൂടി ഉദ്ധരിക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാർക്ക് എന്താണ് ബുദ്ധിമുട്ട്? അത്രയും പാപികളായിരുന്നു ജഗായ് മധായ്. ഇത്രയും പാപം ചെയ്യുന്ന രണ്ടാൾക്കാരെ
അവർ ചെയ്യാത്ത പാപങ്ങളില്ല. ഇനി എന്തെല്ലാം പാപങ്ങളുണ്ടോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ രണ്ട് വ്യക്തികളെ ഡിവോട്ടീസ് ആക്കാന്നുണ്ടെങ്കിൽ സാധാരണ കുറച്ച് പാപം ചെയ്യുന്ന ആൾക്കാർ, അതും അറിവില്ലായ്മ കൊണ്ട് അവരെ ഡിവോട്ടി ആക്കാൻ എന്താ ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുന്നത്. And showed how the mercy of a real devotee is bestowed upon the lowest of mankind. So the Naradhama, who is condemned by the personality of Godhead, can again revive his spiritual consciousness only by the mercy of devotee. Okay. അപ്പോ ഭക്തന്മാരുടെ ആ മേഴ്സി കൊണ്ട് മാത്രമാണ് ഈ നരാധമന്മാരെ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും അവനവന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അവനവന്റെ കഴിവിനനുസരിച്ച് മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ ശ്രമിക്കണം. നമ്മളും തീർച്ചയായിട്ടും നമ്മൾ അത് ആദ്യം ആചരിക്കണം, എന്നിട്ട് വേണം. നമ്മൾ ആചരിക്കാതെ മറ്റുള്ളവരെ ഉദ്ധരിക്കാൻ പോകാൻ പാടില്ല. നമ്മൾ ആചരിച്ച് കാണിക്കണം. നമ്മൾ പറയാണ് നിങ്ങളെല്ലാവരും 16 മാല ചൊല്ലണം, ഞാൻ ചെല്ലുന്നില്ല, ഒരു കാര്യമില്ല അങ്ങനെ പറഞ്ഞിട്ട്. അല്ലെ, നമ്മൾ ആദ്യം ആചാർ പിന്നെ പ്രചാർ. നമ്മൾ ആചരിക്കണം പിന്നെ പ്രചരിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ വേണ്ടി നമുക്ക് മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യാം. വേറെ നമുക്ക് കൂടുതൽ സിദ്ധാന്തങ്ങളൊന്നും അറിയില്ലെങ്കിലും കൂടിയിട്ട് ഇത്രയും കലികാലത്തിൽ ചെയ്യേണ്ട ഒരേ ഒരു മെഡിസിൻ ഇതാണ്. കലികാലത്തിൽ നമ്മളെ ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറ്റാൻ ഉതകുന്ന ഒരേ ഒരു മെഡിസിൻ ഇതാണ്, ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അത് ചൊല്ലിയാൽ നമുക്ക് ഭഗവാന്റെ ആ കൃപ കിട്ടും, ഭഗവത് ധാമിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കും. ഇത്രയും പറഞ്ഞിട്ട് അവർക്ക് ഈ മന്ത്രം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ മതി. അതിലും ഭഗവാൻ പ്രത്യേകിച്ചിട്ട് ഭഗവത്ഗീതയിലെ അവസാനത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, എൻ്റെ ഈ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു ഡിവോട്ടി ഏറ്റവും പ്രിയപ്പെട്ടനാവെന്ന് പറയുന്നു അല്ലെ. So Sri Chaitanya Mahaprabhu, in propagating the Bhagavata Dharma or activities of the devotees, has recommended that people submissively hear the message of the personality of Godhead. The essence of this message is Bhagavad Gita. The lowest amongst human beings can be delivered by the submissive hearing process only. അപ്പോൾ നവവിധ ഭക്തിയിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം താനെ വന്നു ചേരും. എന്നാണ് രണ്ട് കാര്യങ്ങൾ? ശ്രവണം കീർത്തനമാണ്. ശ്രവണം കീർത്തനം, യെസ്. ആൻഡ് ശ്രവണം കീർത്തനം ആരെ പറ്റി? വിഷ്ണുവിനെ പറ്റിയിട്ടായിരിക്കണം. നമ്മൾ ആരെ പറ്റി ശ്രവിക്കണം, ആരെ പറ്റി കീർത്തനം ചെയ്യണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാസവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അപ്പോ ശ്രവിക്കേണ്ടത് ആരെ പറ്റിയാണ്? നമ്മൾ കീർത്തി ചെയ്യുന്നത്, സ്തുതിക്കേണ്ടത് ആരെ പറ്റിയാണ്? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നവവിധ ഭക്തിയിൽ. വിഷ്ണു. ഓക്കെ, വിഷ്ണു. നാരദ മഹർഷി തൻ്റെ മുമ്പത്തെ ജന്മത്തിലെ ആരായിരുന്നു? ഒരു ദാസിപുത്രനായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ദാസിപുത്രനായിട്ട് ജനിച്ചതെന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഒക്കെ ദാസിപുത്രൻ ആവുന്നതിന് മുമ്പേ അദ്ദേഹം ഒരു ഗന്ധർവനായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളുടെ ഉപരി ലോകങ്ങളിലെ ഒരു സംഗീതയജ്ഞം നടക്കുന്ന സമയത്ത് ബ്രഹ്മാവും ബാക്കി എല്ലാ ദേവതമാരും എല്ലാം ഒന്നിച്ചു കൂടിയിട്ടുള്ള അസംബ്ലിയിൽ ഇവരെല്ലാം ഗന്ധർവന്മാർ നന്നായിട്ട് പാടുന്നതാണ്. അവിടെ അപ്സരസുകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സങ്കീർത്തനം ചെയ്യേണ്ട സ്ഥലത്ത്, സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്തുതിയാണ് ചെയ്യേണ്ടത്. അവിടെ അന്യദേവീ ദേവതന്മാരെ പറ്റിയിട്ട് അവിടെ സ്തുതി ചെയ്യാൻ തുടങ്ങി അദ്ദേഹം. ആര്? ഈ ഗന്ധർവൻ, അതായത് ദാസിപുത്രനായിട്ട് ജനിക്കുന്നതിന് മുമ്പുള്ള ലൈഫ്. അപ്പൊ അവരെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ എന്നെ ഒരു നാമസങ്കീർത്തനത്തിന് വിളിക്കുകയാണ്. ഞാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നതിന് പകരം ഞാൻ സിനിമ പാട്ട് പാടാണ്, എങ്ങനെയിരിക്കും? അതേപോലെ നാരദ മഹർഷി മറ്റുള്ള ദേവീ ദേവന്മാരെ സ്തുതിക്കാൻ തുടങ്ങി, ഭഗവാനെ സ്തുതിക്കുന്നതിന് പകരം. അപ്പോ അവരെ നാരദ മഹർഷി ശപിച്ചു. ഇവിടെ നാമസങ്കീർത്തനം നടക്കുന്ന വേളയിൽ മറ്റുള്ളവരെ പറ്റിയിട്ട് സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ഒരു ശൂദ്രനായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആ ശാപം നല്ലതായിട്ട് തീർന്നു. ഓക്കെ, ഇപ്പോൾ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഡിവോട്ടീസിന്റെ അല്ലെങ്കിൽ അന്യദേവി ദേവതന്മാരുടെ ആ ശാപവും നല്ലതായിട്ട് ഭവിക്കുള്ളൂ. അതിന്റെ ഉദ്ദേശം അവർ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നാരദ മഹർഷി ദാസിപുത്രനായിട്ട് ജനിച്ച്
ഭക്തി വേദാന്ത ഡിവോട്ടീസിന്റെ ആ ഒരു സംസർഗം കിട്ടി, അവരുടെ ഉച്ഛിഷ്ടം അത് ഓണർ ചെയ്യാൻ പറ്റി. പിന്നത്തെ ജന്മത്തില് നാരദ മഹർഷിയായിട്ട് തീർന്നു. ആ ജന്മത്തില് ദാസിപുത്രനായിട്ടുള്ള ജന്മത്തില് അദ്ദേഹം ഭഗവാന്റെ ആ ഒരു ദർശനം, ഒരു ഝലക്, ഒരു ക്ഷണിക നേരമുള്ള ദർശനം കിട്ടി. പിന്നീട് ഭഗവാൻ പറഞ്ഞു ഇനി ഈ ജന്മത്തിൽ കാണാൻ പറ്റില്ല. അപ്പോ വളരെ ആങ്ഷ്യസ് ആയി, എങ്ങനെ ഭഗവാനെ കാണണം, വീണ്ടും കാണണം എന്നുള്ള ആ ക്യൂരിയോസിറ്റി, ആ തീവ്രത, ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ നാമം ചൊല്ലിയിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. ആ ദേഹം വെടിഞ്ഞു. പിന്നത്തെ കൽപ്പത്തില് ബ്രഹ്മാവിന്റെ മകനായിട്ട് നാരദ മഹർഷിയായിട്ട് ജനിക്കുകയാണ്. അപ്പോ ആ ജന്മത്തില് എപ്പോഴും ഭഗവാനായിട്ട് സഹവസിക്കാനും ഭഗവാനെ കാണാനുള്ള അവസരം ലഭിച്ചു. ഓക്കെ, അതാണ് നമ്മൾ ആരെ പറ്റിയിട്ട് വർണ്ണിക്കണം, ആരെ പറ്റി സ്തുതിക്കണം നമുക്കറിയണം. അപ്പോൾ ശ്രവണം, കീർത്തനം ഇത് രണ്ടും ചെയ്താൽ ബാക്കിയെല്ലാം താനെ വന്നു ചേരും. അപ്പൊ ശ്രവണം, ആരെപ്പറ്റി ശ്രവിക്കണം, ആരെപ്പറ്റി സ്തുതിക്കണം, അത് വിഷ്ണു ആൻഡ് വിഷ്ണു തത്വാസ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ കൃഷ്ണ, കാരണം കൃഷ്ണ ഈസ് ദ ഒറിജിൻ ഓഫ് വിഷ്ണു നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ശ്രീ ചൈതന്യ മഹാപ്രഭു is propagating the Bhagavad Dharma or activities of the devotees as recommended that people submissively hear the message of the personality of God. The essence of this message is Bhagavad Gita. The lowest amongst human beings can be delivered by this submissive hearing process only. Kirtanam, Shravanam, Kirtanam. But unfortunately, they even refuse to give an oral reception to these messages, and what to speak of surrendering to the will of the Supreme. ഇന്നത്തെ കാലത്ത് നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിന്റെ വല്ലവരും വരാൻ വേണ്ടി പറഞ്ഞാൽ ആർക്കും സമയമില്ല. എല്ലാവർക്കും ഒരുപാട് എൻഗേജ്മെന്റ് അല്ലേ, അത് കേൾക്കാനുള്ള ഒരു ഇൻക്ലിനേഷൻ ആർക്കും ഇല്ല. പല മുടന്ത ന്യായങ്ങളും പറയും. നമ്മളും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ ആ സത്യാവസ്ഥ, ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എത്ര വിഡ്ഢിത്തരാണ് ചെയ്യുന്നത്. നമ്മുടെ നല്ല സമയമെല്ലാം കളഞ്ഞു കുളിച്ചു അല്ലേ. വളരെ ലേറ്റായിട്ട് തുടങ്ങിയാലും കൂടിയിട്ട് നമ്മുടെ അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഇതേ നമുക്ക് ശാശ്വതമായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ. മറ്റതെല്ലാം ടെമ്പററിയാണ്, ബാക്കി ഒന്നും നമ്മുടെ കൂടെ വരുന്നില്ല. ഇത് മാത്രമാണ് സ്പിരിച്വൽ ആർ ഡിവോഷണൽ സർവീസ്, അത് മാത്രമേ നമ്മുടെ കൂടെ വരുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ബാക്കിയെല്ലാം ടെമ്പററിയാണ്. എത്ര തന്നെ സുഖം കിട്ടിയാലും ശരി, എത്ര തന്നെ ദുഃഖം വന്നാലും ശരി, ഇതെല്ലാം ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ്സ്. അത് വന്നും പോയും കൊണ്ടിരിക്കും. പക്ഷെ എറ്റേണലി നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ വരുന്നത് നമ്മുടെ ഡിവോഷണൽ സർവീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് എവിടെ നിന്ന് തുടങ്ങണം? ശ്രവണം. അപ്പൊ ആ ശ്രവണത്തിനുള്ള ഒരു ഇൻക്ലിനേഷൻ നമുക്ക് വരണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ആ ഇൻക്ലിനേഷൻ ഇല്ലെങ്കിൽ നമ്മൾ പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ് അതിനെ അവോയ്ഡ് ചെയ്യും. അപ്പൊ അതായത് നമ്മൾ മനുഷ്യജന്മം പാഴാക്കുന്നു എന്നർത്ഥം. So submissive hearing process only, but unfortunately they even refuse to give an oral reception to this message. അപ്പോൾ അതും കൂടി ചെയ്തില്ല. പിന്നെ എങ്ങനെ ഭഗവാനെ സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക? നരാധമാസ് ഓർ ദ ലോവസ്റ്റ് ഓഫ് മാൻകൈൻഡ് വിൽഫുള്ളി നെഗ്ലെക്ട് ദ പ്രൈം ഡ്യൂട്ടി ഓഫ് ദ ഹ്യൂമൻ ബീങ്. വളരെ ക്ലിയർ ആയിട്ട് പ്രഭാതപടെ പറയുന്നുണ്ട്, നമ്മളുടെ പ്രൈം ഡ്യൂട്ടിയാണത്. എന്താണ്? ഡിവോഷണൽ സർവീസ്. പക്ഷേ ഈ പ്രൈം ഡ്യൂട്ടിയെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. ഇനി അഥവാ വല്ലവരും അതിന് എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റ് കാണിച്ചാലും അതിനെ സെക്കൻഡറി ഡ്യൂട്ടി ആയിട്ട്, അതും നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്യുന്നു. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഒരു മനുഷ്യജന്മം കിട്ടിയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ്, പ്രധാനപ്പെട്ട ദൗത്യമാണ് ഡിവോഷണൽ സർവീസ് എന്നുള്ള ആരും മനസ്സിലാക്കുന്നില്ല. ഇനി അത് മനസ്സിലാക്കിയാലും ചെയ്യാനുള്ള ആ ഒരു താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട, നമ്മൾ അറ്റ്ലീസ്റ്റ് ഞാൻ, എല്ലാവരും അടിച്ച് പറയാൻ പറ്റില്ല, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നില്ല. അതിന് സെക്കൻഡറി സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. എല്ലാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ പേഴ്സണൽ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള ഒരു തരത്തിലാണ് ഞാനൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അത് പ്രൈം ഡ്യൂട്ടിയാന്ന് അറിഞ്ഞിട്ടും കൂടി അതിനെ അവഗണിക്കുന്ന തരത്തിലാണ് നമ്മൾ. So the next class of Dushkrit is called Maya Prahudajnana. Okay, മായ കൊണ്ട് നമ്മളുടെ ജ്ഞാനത്തിനെ അപഹരിച്ചിരിക്കുന്നു.
or those person whose erudite knowledge has been nullified by the influence of illusory material energy. അപ്പോൾ നമ്മൾ പറയും സോ കോൾഡ് ഓക്കെ നമുക്ക് ഗ്രാജുവേഷൻ ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, PhD ഉണ്ട്, പോസ്റ്റ് ഡോക്ക് ഉണ്ട്, അങ്ങനെ വലിയ വലിയ മെറ്റീരിയൽ ഡിഗ്രീസ് ഒക്കെ ഉണ്ട്. A to Z വരെ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഗ്രി ഉണ്ടാക്കാൻ പറ്റും അല്ലേ? BSc, MSc, പിന്നെ PhD, പിന്നെ MAD, അവസാനം വരുന്ന MAD ആണ്. ഓക്കെ, അങ്ങനെ എല്ലാ മെറ്റീരിയൽ ക്വാളിഫിക്കേഷൻസും നമുക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ഈ മായാജാലത്തിൽ പെട്ടിരിക്കുകയാണ്, ഇൻഫ്ലുവൻസ് ഓഫ് ഇല്യൂഷറി മെറ്റീരിയൽ എനർജി. കാരണം ഇത് നമുക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ മെറ്റീരിയൽ ക്വാളിഫിക്കേഷനും ഈ സ്കോളർഷിപ്പും ഇതെല്ലാം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള തെറ്റിദ്ധാരണയിൽ നമ്മളുടെ ഇന്റലിജൻസിനെ അപഹരിച്ചിരിക്കുകയാണ് മായ. അപ്പൊ ഈ മായാലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാണുന്നെല്ലാം എൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ കംഫർട്ട് ലെവൽ അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെടാതെ ജീവിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് വേറെ കാറ്റഗറിയിലുള്ള ആൾക്കാർ. സോ ദേ ആർ മോസ്റ്റ്ലി വെരി ലേണഡ് ഫെലോസ്, ഗ്രേറ്റ് ഫിലോസഫേഴ്സ്, പോയറ്റ്സ്, ലിറ്ററാറ്റി, സയന്റിസ്റ്റ്, എറ്റ്സെട്ര. ബട്ട് ദ ഇല്യൂഷറി എനർജി മിസ്ഗൈഡ്സ് ദം ആൻഡ് ദെർഫോർ ദേ ഡിസൊബേ ദ സുപ്രീം ലോർഡ്. അപ്പോൾ ഒരു സാധാരണ ആൾക്കാരല്ല, മെറ്റീരിയലി ദേ ആർ ഇൻ ഗുഡ് പൊസിഷൻസ്, നല്ല മെറ്റീരിയൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ എന്താണ്, മായാജാലത്തിൽ പെട്ടുകിടക്കുകയാണ്. അവരൊക്കെ ആരാണ്? ഗ്രേറ്റ് ഫിലോസഫേഴ്സ്, പോയറ്റ്സ്, ലിറ്ററാറ്റി, അതായത് സാഹിത്യകാരന്മാര്, സയന്റിസ്റ്റ്മാര് അല്ലേ, ശാസ്ത്രജ്ഞന്മാർ, ഇതൊക്കെ ആ കൂട്ടത്തിലാണ്. പക്ഷെ അവർക്ക് ഈശ്വരന് വിശ്വാസമില്ല, ഡിവോഷണൽ സർവീസിന് വിശ്വാസമില്ല. അവര് ഈശ്വരന്റെ ആ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. ധർമ്മം എന്താണ്, നീതി, ധർമ്മബോധം അവർക്കില്ല. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർ. മായാപ്രഹൃത ജ്ഞാനം. അതുകൊണ്ടാണ് നമ്മളുടെ ഭാഗവതത്തിൽ നമ്മളെ 4 ടൈപ്പ് ഓഫ് അനിമൽസ് ആയിട്ട് നമ്മൾ ഉപമിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭാഗവതം നമ്മൾ 4 മൃഗങ്ങളായിട്ട് ഉപമിച്ചിട്ടുണ്ട്, ഡിഫറെന്റ് കാറ്റഗറീസ്. നാല് മൃഗങ്ങളായിട്ട് നമ്മൾ ഉപമിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആരാണ്? ഡോഗ്സ്, ഡോഗ്, ഓക്സ്, camel, ഓക്സ്, ass. ഓക്കെ, നാല് ആരൊക്കെയാണ്? ഡോഗ്, ഹോക്സ്, camel, ass. ഈ 4 ഈ നാല് കാറ്റഗറി അനിമൽസിന്റെയും കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ടും നമ്മൾ ജീവിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഡോഗ്സിനെ പോലെ, ഓക്സിനെ പോലെ, അല്ലെങ്കിൽ ക്യാമലിനെ പോലെ, അല്ലെങ്കിൽ ആസിനെ പോലെ അല്ലേ? അപ്പൊ ഇതൊക്കെ ഈ കാറ്റഗറി വിടും. നമ്മൾ എത്ര വലിയ വലിയ മെറ്റീരിയൽ ക്വാളിഫിക്കേഷൻ ശരി, ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ആയിരിക്കാം, പോയിറ്റ്സ് ആയിരിക്കാം, സയന്റിസ്റ്റ് ആയിരിക്കാം, ലിറ്റററി പേഴ്സണാലിറ്റീസ് ആയിരിക്കാം, പക്ഷെ ഇവരെല്ലാം ഈ 4 കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ഇഫ് ദേ ആർ ബെറെഫ്റ്റ് ഓഫ് ഗോഡ് കോൺഷ്യസ്നെസ്. ഓക്കെ, അതായത് കൃഷ്ണാവബോധത്തിലല്ല, അവർക്ക് ഡിവോഷണൽ സർവീസിൽ രുചിയില്ല എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വലിയ ഡിഗ്രി ഉണ്ടെങ്കിലും ഇവർ ഈ കാണിച്ചാൽ നമ്മള് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഒരു ആവശ്യമില്ലാണ്ട് നമ്മള് ഹാർഡ് ലേബർ ചെയ്യാണ്. ആരെ പോലെ? ആസസിനെ പോലെ, ഡോങ്കീസിനെ പോലെ. ഓക്കെ, അതേപോലെ ഡോഗ്സ് ഒരു ചെറിയ പീസ് ഓഫ് ബോൺസിന് വേണ്ടിയിട്ട് അവര് മറ്റുള്ള ഡോഗ്സ് ആയിട്ട് കുറച്ചിട്ട് മറ്റുള്ളവരെ കടിച്ച് ഓടിക്കുകയാണ്. നമ്മുടെ ഒരു ഗല്ലിയിൽ വരുന്ന ഒരു നായയെ മറ്റേ ഗല്ലിയിൽ നിന്ന് വരുന്ന ഒരു നായ ആട്ടി ഓടിക്കുകയാണ്. അറിയുന്നില്ല എന്തിനാണെന്ന് തന്നെ. ഒരേ വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അതേപോലെ നമ്മൾ അതന്നെ ചെയ്യുന്നത്. ക്യാമല്, ഓക്കെ, അവരെങ്ങനെയാണ്? ഒട്ടകം എങ്ങനെയാണ്? സ്വന്തം നാവിനെ കടിക്കാണ്, തോൺസ്. അത് കടിച്ചു തിന്നുമ്പോൾ അതന്നെ ബ്ലീഡ് ചെയ്യാണ്. ആ ബ്ലീഡ് ചെയ്യുന്ന ചോരയെ രുചിച്ചിട്ട് ആസ്വദിച്ച്, പക്ഷെ അതിന് എത്ര വേദനിക്കേണ്ടതെന്ന് അറിയുന്നില്ല ആ ചോരയുടെ സ്വാദ് കാരണം. അതേപോലെ നമ്മളും ജീവിക്കുന്നത് അല്ലേ? പിന്നെ ഹോക്സ്,
അവരെന്താണ് കഴിക്കുന്നത് നമുക്കറിയാം. അതേപോലെ നമ്മൾ റോട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രസാദമല്ല കഴിക്കുന്നത്, നോൺ വെജിറ്റേറിയനും റോട്ടൺ സ്റ്റഫാണ് അല്ലേ. അതെല്ലാം നമ്മളുടെ കോൺഷ്യസ്നസിനെ പൊല്യൂട്ട് ചെയ്യുള്ളൂ, വെജിറ്റേറ്റ് ചെയ്യുള്ളൂ, പ്രസാദം കഴിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്ര വലിയ മെറ്റീരിയൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ കാറ്റഗറീസ് പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദർ ആർ എ ഗ്രേറ്റ് നമ്പർ ഓഫ് മായ പ്രതജ്ഞാന at the present moment, even amongst the scholars of the Bhagavad Gita. Even amongst the scholars of Bhagavad Gita. അപ്പോൾ നമുക്ക് തോന്നുമോ ഭഗവത്ഗീതയിൽ ജ്ഞാനമുള്ള ആൾക്കാരും അതിൽ പെടുന്നു എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. കാരണം എന്തുകൊണ്ടാണ് പ്രഭുപാദ് അങ്ങനെ എഴുതുന്നത്? ഭഗവത്ഗീതന്റെ അതിന്റെ എസെൻസ്, അതിന്റെ സത്ത് എന്താണ് അറിയാതെ അവരുടേതായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാറ്റിവെച്ച് സ്വന്തം ഇന്റർപ്രിട്ടേഷൻ ചെയ്യാൻ അവർ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഈവൺ എമംഗ്സ് ദ സ്കോളേഴ്സ് ഓഫ് ഭഗവത്ഗീത എന്ന് ഇവിടെ പറയുന്നു. സോ ഇൻ ദ ഗീത, ഇൻ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്, ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ശ്രീ കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ്. ദർ ഇസ് നൺ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ. ഭഗവത്ഗീതയില് വളരെ ക്ലിയർ ആയിട്ട് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഒരുപാട് തവണ ഭഗവാൻ കൃഷ്ണനെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആരാണ്? ഈസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. എന്നിട്ടും അങ്ങനെ, അതായത് ഭഗവത്ഗീതയിലെ സോ കോൾഡ് അറിവുള്ള ആൾക്കാരോട്, സ്കോളേഴ്സിൽ ചോദിച്ചാൽ ആരാണ് ഭഗവാൻ ചോദിച്ചാൽ അവര് ഉരുണ്ട് കളിക്കും, അവർ ഭഗവാൻ കൃഷ്ണന്റെ പേര് പറയില്ല. അപ്പോൾ അങ്ങനത്തെ സ്കോളേഴ്സ് ഉണ്ടായിട്ട് എന്താ കാര്യം? അവർക്ക് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, വേദേശ സർവേർ അഹം ഏവ വേദ്യോ. അതായത് വേദങ്ങളെ കൊണ്ട് എന്നെ അറിയാനാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാ വേദങ്ങളും പഠിച്ചിട്ട് ഭഗവാൻ കൃഷ്ണനെ, ദ സുപ്രീം ലോർഡിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ വേദങ്ങൾ അറിഞ്ഞിട്ട് എന്താ കാര്യം? അതാണ് പറയുന്നത്. സോ ഇൻ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ് സ്റ്റേറ്റഡ് ദാറ്റ് ശ്രീ കൃഷ്ണ ഇസ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ദർ ഇസ് നൺ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഹിം. ആരും ഭഗവാന് തുല്യമായിട്ടില്ല, ഭഗവാന് മുകളിലില്ല. ഓക്കെ, സംസ്കൃതത്തിൽ എന്താണ് ആ വേർഡ്? ഇതിന് നോൺ ഈസ് ഈക്വൽ ടു ഹിം നോർ ഗ്രേറ്റർ ദാൻ ഹിം. Asamurdha. Asama Urdhva. He is mentioned as the father of Brahma, the original father of all human beings. In fact, Sri Krishna is said to be not only the father of Brahma, but also the father of all species of life. So, ബ്രഹ്മാവിന്റെ പിതാവ് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും പരംപിതാവാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ? All species of life. He is the root of the impersonal Brahman and Paramatma, the super soul in every entity in his plenary portion. അപ്പോൾ ഭഗവാൻ കൃഷ്ണനാണ് അതിൻ്റെ റൂട്ട്, ഇമ്പേഴ്സണൽ ബ്രഹ്മൻ്റെയും പരമാത്മാവിൻ്റെയും റൂട്ട്. അപ്പോൾ ഈ സൂപ്പർ സോൾ പരമാത്മാവ് എല്ലാ ജീവജാലങ്ങളിലും തൻ്റെ ഹൃദയത്തിൽ, ഓക്കെ, എന്താണ് സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ അല്ലേ? എല്ലാ ജീവജാലങ്ങളിലും ഹൃദയത്തിൽ ഈശ്വര സർവഭൂതാനം ഹൃദയേശോ അർജുന തിഷ്ഠതി അല്ലേ? എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട് പരമാത്മാവിന്റെ ഭഗവാൻ. സോ ഹി ഈസ് ദ ഫൗണ്ടൻ ഹെഡ് ഓഫ് എവറിഥിങ് ആൻഡ് എവറി വൺ ഈസ് അഡ്വൈസ്ഡ് ടു സറണ്ടർ അണ്ടർ ദ ലോട്ടസ് ഫീറ്റ്. അപ്പൊ എല്ലാവരോടും ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയിലെ അവസാനത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എന്നെ മാത്രം ശരണം പ്രാപിക്കാനാണ് പറയുന്നത് ഭഗവാൻ, വേറെ ആർക്കും അല്ല. കാണിച്ചാൽ വേറെ ആരെങ്കിലും ശരണം പ്രാപിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വേറെ ആയിരിക്കും. യാന്തി ദേവ വൃതാദേവൻ യാന്ത്രി, എന്താ ശ്ലോകം? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? യാന്തി ദേവ വ്രതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രത ഭൂതാനി യാന്തി ഭൂതേജോ മധ്യാജിനോപിമ. അപ്പോ നമ്മൾ ഭഗവാനല്ലാതെ വേറെ വല്ലവരും നമ്മൾ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, ഇപ്പോ നമ്മള് പിതൃക്കളെ ശരണം പ്രാപിക്കാൻ നമ്മൾ പിതൃക്കളുടെ പ്ലാനറ്റിൽ പിതൃക്കളുടെ കൂടെ ജീവിക്കേണ്ടി വരും. ഓക്കെ, ഭൂതഗണങ്ങളെ ആണെങ്കിൽ അവരുടെ ലോകത്തിലേക്ക് പോകേണ്ടി വരും. അന്യ ദേവി ദേവതന്മാരാണെങ്കിൽ അവരുടെ ലോകത്തിലേക്ക് പോകും. ഓക്കെ, എന്നെ പ്രാർത്ഥിക്കുന്നത് മാത്രം എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അതാണ് വൈകുണ്ഠം, അതാണ് സ്പിരിച്വൽ വേൾഡ്. അപ്പൊ അതുകൊണ്ട് മാം ഏകം ശരണം വ്രജ, വേറെ ആരും നമ്മൾ ശരണം പ്രാപിച്ചിട്ട് കാര്യമില്ല, ഭഗവാനെ മാത്രം. ഈശ്വര എന്താ പറയാ,
ഏകല ഈശ്വര കൃഷ്ണ ആരസഭ ഭൃത്യ എന്ന് പറയുന്നത്. കൃഷ്ണൻ മാത്രമേ ഈശ്വരനായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഭൃത്യന്മാരാണ്. അത് മനസ്സിലാക്കുന്നില്ല. ഈവൻ സുഖദേവ ഗോസ്വാമിയും അതന്നെ പറയുന്നത്. കളയർദോഷ നിധേ രാജൻ അസ്തി ഏകോ മഹാൻ ഗുണാൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗം അല്ലേ പരം രചയിത്. കീർത്തനാത് ഏവ കൃഷ്ണസ്യ, ഭഗവാൻ കൃഷ്ണന്റെ കീർത്തനം ചെയ്യണം, സ്തുതിക്കണം, വേറെ ആരെയും സ്തുതിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഭൗതിക ലോകം വിട്ടിട്ട് ആധ്യാത്മിക ലോകത്തിന് പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ മാത്രം നമ്മുടെ സ്തുതിക്കണം, വേറെ ആരെയും സ്തുതിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. Despite all these clear statements, the Maya Prahadatjnana deride the personality of the Supreme Lord and consider him merely another human being. എന്നാണ് ഭഗവത്ഗീതയിലെ ആ ശ്ലോകം. അതായത് മൂഢന്മാര്, fools, they consider me like ordinary human being. ഏതാണ് ശ്ലോകം? അവജാനന്തി മാമൂഢ അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം. മൂഢന്മാരെ എന്നെ സാധാരണ ഒരു മനുഷ്യനായിട്ട് കാണുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. So they do not know that the blessed form of human life is designed after the eternal and transcendent feature of the Supreme Lord. അപ്പൊ നമ്മുടെ ഈ മനുഷ്യ ജീവിതം എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഭഗവാന്റെ ആ ഫീച്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. ഭഗവാൻ സുപ്രീം ലോർഡിന്റെ ആ ഫീച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ഹ്യൂമൻ ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. All the unauthorized interpretations of the Gita by the class of Maya Prahadatjnana outside the purview of the Parampara system are so many stumbling blocks on the path of spiritual. അപ്പൊ നമ്മുടെ ഭഗവത്ഗീത, ഭാഗവതം, മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം ശ്രവിക്കേണ്ടത് എവിടുന്നാണ്? ഫ്രം ദ റൈറ്റ് സോഴ്സ്, authoritative source, authorized source, authentic source, not from any Tom, Dick and Harry. നമ്മള് അത് വളരെ സൂക്ഷിക്കണം. അത് പരമ്പരാഗതമായിട്ട് പരമ്പരയിൽ വരുന്ന ആ ആചാര്യന്മാരുടെ നേരിക്കും ഗുരുജനങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് കേൾക്കാൻ പാടുള്ളൂ. മറ്റതെല്ലാം ഒരു ഗ്ലാസ് പാലില് ഒരു തുള്ളി വിഷം വീണാൽ മതി അല്ലേ, നമുക്ക് കുടിക്കാൻ പറ്റില്ല. അതേപോലെയാണ് അതിന് അൺഓത്തറൈസ്ഡ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് ഗീത നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് ഒരിക്കലും എത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം, എവിടുന്ന് കേൾക്കണം, ആരാണ് അതോറിറ്റി. അപ്പൊ പരമ്പര സിസ്റ്റത്തിൽ കേൾക്കണം. ഏവം പരമ്പരാ പ്രാപ്തം ഇമാം രാജേശ്വര വിധു സകാലനേഹ മഹദ യോഗോ നഷ്ട പരന്തപ അല്ലെ. ആ പരമ്പരാ സിസ്റ്റം നഷ്ടപ്പെട്ടു പോയി. ഇനി വീണ്ടും ഞാൻ അർജുന തനിക്കത് പറഞ്ഞു തരുന്നു എന്നാ പറയുന്നത്. അപ്പൊ പരമ്പരയിൽ കൂടെ കേൾക്കണം. അൺബ്രോക്കൺ ചെയിൻ ഓഫ് ഡിസിപ്ലിക് സക്സഷൻ എന്നാണ് പറയുന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ, സോ മെനി സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഓൺ ദ പാത്ത് ഓഫ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമുക്ക് ഒരുപാട് ജന്മം എടുക്കേണ്ടി വരും ശരിക്കുള്ള ആ ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ആൾക്കാരെന്ന് കേട്ടാൽ the deluded interpreters do not surrender unto the lotus feet of Sri Krishna, nor do they teach others to follow the principles. ആര് പറയും നിങ്ങൾ ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി, ഞാനെല്ലാം പല മന്ത്രങ്ങളും പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടും. അതെല്ലാം അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. സോ ചീറ്റർ ആൻഡ് ചീറ്റഡ് രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ്. ഒരു കാറ്റഗറി ചീറ്റർ, ചതിക്കുന്ന ആൾക്കാർ, മറ്റത് ചതിക്കപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരേ ഉള്ളൂ, ചീറ്റർ ആൻഡ് ചീറ്റഡ്. അപ്പൊ അതിൽ നമ്മൾ പെടാൻ പാടില്ല. സോ വി ഷുഡ് ഫോളോ ദ റൈറ്റ് ഒതന്റിക് സോഴ്സ്. സോ ലാസ്റ്റ് ക്ലാസ് ഓഫ് ദുഷ്കൃതി ഈസ് കോൾഡ് ആസുരം ഭാവമാശ്രിത ഓർ ദോസ് ഓഫ് ഡെമോണിക് പ്രിൻസിപ്പിൾസ്. അസുരഭാവം ഉള്ളത്, അസുരിക് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ. ദിസ് ക്ലാസ് ഈസ് ഓപ്പൺലി അത്തിസ്റ്റിക്. അവര് ഓപ്പണാണ്, അവര് നിരീശ്വരവാദികളാണ്, ഈശ്വരനില്ല എന്ന് തറപ്പിച്ച് പറയുന്ന ആൾക്കാരാണ്. എല്ലാം എന്താണ്, ഈ ലോകമുണ്ടായിരിക്കുന്ന നമ്മളുടെ കാമവാസനെ അതിന്റെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇത് ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്ന മാക്സിമം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, ഈശ്വരനൊന്നുമില്ല. അപ്പോ ബെഗ് ബോറോ ആൻഡ് സ്റ്റീൽ, അതാണ് അവരത്.
അവരുടെ philosophy. Beg, borrow and steal. Some of them argue that the Supreme Lord can never descend upon this material world, but they are unable to give any tangible reasons as to why not. There are others who make him subordinate to the impersonal nature, although the opposite is declared in the Gita. അപ്പോൾ ഈ ഇത് അസുരം ഭാവം പറഞ്ഞാൽ അപ്പോൾ ടോട്ടലി നിരീശ്വരവാദികളല്ല, ഇതിൽ ഈ കാറ്റഗറിയും പെടുന്നുണ്ട്. അപ്പൊ അതുകൂടി വളരെ അതാണ് ഇവിടെ പറയുന്നത്. This class is openly atheistic and some of them, അതിലുള്ള ആൾക്കാർ argue that Supreme Lord ഭഗവാന് ഒരിക്കലും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല ഭഗവാനായിട്ട്. ഓക്കെ, ബട്ട് ദേ ആർ അണേബിൾ ടു ഗിവ്. അതിനുള്ള കാരണങ്ങളും പറഞ്ഞു തരാൻ അവർക്ക് അറിയില്ല. പിന്നെ അതിലുള്ള കുറച്ച് ആൾക്കാരെ who make him subordinate to the impersonal feature. അതായത് മായയാണ് മീതെ, ഭഗവാൻ കൃഷ്ണൻ മായയുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ. അത് ചുരുക്കത്തിൽ പ്രഭുപാദോട് പറഞ്ഞ even impersonals are classified in this ആസുരം ഭാവം ആശ്രിത. അതായത് ഭഗവാൻ എന്നുള്ള ആസ്പെക്ട്, ഭഗവാൻ ഇവിടെ വരുമ്പോ ഭഗവാൻ മായയുടെ കീഴിലാണ്, മായയുടെ അധീനത്തിലാണെന്ന് പറയുന്നത്. പക്ഷെ ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ശ്രീമദ് ഭഗവതിയിൽ പറയുന്നുണ്ട്, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ ചരാചരം, എന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി മായ വർക്ക് ചെയ്യുന്നത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇംപേഴ്സണലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നു മായയുടെ കീഴിലാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു എത്തിസ്റ്റിക് മെന്റാലിറ്റി ഉള്ള കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഓൾദോ ദ ഓപ്പോസിറ്റ് ഈസ് ഡിക്ലെയർ ഇൻ ഗീത. ഓക്കെ, അതായത് മയാധ്യക്ഷേണ പ്രകൃതി എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ തന്നെ പറയുന്നു. മത്ത പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ എന്ന് പറയുന്നത്, ഞാനല്ലാണ്ട് വേറൊരു അബ്സല്യൂട്ട് ട്രൂത്ത് ഇല്ല, ബാക്കിയെല്ലാം എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്, എനിക്ക് സബോർഡിനേറ്റ് ആണ്, എനിക്ക് ഇൻഫീരിയർ ആണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ ഭഗവത്ഗീതയില് ഉടനീളം ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ടും അതിനെ മാനിക്കാതെ ഭഗവാൻ ഇവിടെ ഭൗതിക ലോകത്തിൽ വരുമ്പോ മായയുടെ കീഴിലാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും. അപ്പൊ ആ തരത്തിലുള്ള ആൾക്കാരും എന്താണ് ആസുരം ഭാവം ആശ്രിത എന്നാണ് പറയുന്നത്. So envious of the Supreme Personality of Godhead, the atheist will present a number of illicit incarnations manifesting the factory of his brain. അപ്പൊ വേറൊരു പ്രശ്നം, അതായത് അവര് എസ്പെഷ്യലി കലികാലത്തില് ഈ ഒരുപാട് അവതാരങ്ങള്, ഇതൊക്കെ എവിടെയാണ് നമ്മുടെ ഫാക്ടറിയിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന പോലെ ഈ ഫാക്ടറിയിൽ ഒരുപാട് അവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതെല്ലാം അവതാരങ്ങളാണ്, പലതരത്തിലുള്ള അവതാരങ്ങളും കാണാം. ഇതൊന്നും ശാസ്ത്രത്തില് പ്രതിപാദിക്കാത്തിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം അവനവന്റെ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പവർ ഉണ്ടെങ്കിൽ, കുറച്ച് മിസ്റ്റേക്ക് പവർ ഉണ്ടെങ്കിൽ അവരെ അവതാരമാക്കി, എന്തെങ്കിലും വാക്ചാതുര്യം ഉണ്ടെങ്കിൽ അവരെ അവതാരമാക്കി, അതായത് വേർഡ് ജഗ്ലറി ഒരാൾക്കുണ്ടെങ്കിൽ അവരെ അവതാരമാക്കി. അപ്പൊ അങ്ങനെ ഒരുപാട് അവതാരങ്ങളുണ്ട് കലിയുഗത്തിൽ, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഈ പുതുമഴ പോയ സമയത്ത് ഒരുപാട് മഷ്റൂംസ് പൂന് പറയും അല്ലെ, അത് പെട്ടെന്ന് കുറെ വരും നമ്മുടെ മുറ്റത്തൊക്കെ. അതേപോലെ കലികാലത്തിൽ അങ്ങനെ ഒരുപാട് അവതാരങ്ങൾ ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം പ്രഭുപാദ പറയുന്നുണ്ട്, ഇതെല്ലാം ഗ്ലോ വേംസ് പോലെയാണ്. മിന്നാമിനുങ്ങ് കുറച്ച് വരും, മിന്നാമിനുങ്ങ് എത്ര 3 മണിക്കൂർ 4 മണിക്കൂർ അതിന് മീതം നിൽക്കില്ല, അത് കഴിഞ്ഞാൽ അതിന്റെ ജീവിതം കഴിഞ്ഞു. പക്ഷെ ദ ആക്ച്വൽ ലുമിനറീസ് ഓഫ് ദ സ്കൈ, സൺ മൂൺ സ്റ്റാർസ്, അത് എപ്പോഴും നിലനിൽക്കുന്നു. അപ്പൊ ശരിക്കുള്ള ആചാര്യന്മാരും ശരിക്കുള്ള എല്ലാം ആക്ച്വൽ ലുമിനറീസ് ആണ്, അല്ലാണ്ട് ഈ മിന്നാമിനുങ്ങിന് പോലെ കുറച്ച് നേരം നിൽക്കുന്നില്ല. ഇങ്ങനെയുള്ള മിസ്റ്റിക് പവറുള്ള കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് നേരം അവരുടെ പ്രതിഭ കാണിക്കുന്നല്ലാണ്ട് അവരെ എറ്റേണലി അവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ആ ഗ്രൂപ്പൊക്കെ അതിന്റെ മെയിൻ ആയിട്ടുള്ള ലീഡർ പോയാൽ എല്ലാം നാമാവശേഷമാവുന്നു. അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, കുറച്ച് കാലമുണ്ട്. പക്ഷെ നമ്മുടെ ഇത് നമ്മുടെ ഇസ്കോൺ മൂവ്മെന്റ് അല്ലെങ്കിൽ ഗൗഡിയമഠം വൈഷ്ണവ സമ്പ്രദായങ്ങളെല്ലാം എത്രയോ കാലമായിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ഇസ്കോൺ ഒരു എത്ര കൊല്ലമായിട്ടുള്ളൂ ഇപ്പൊ അല്ലേ, 1965. ഓക്കെ, 10-50 കൊല്ലത്തിന് മീതായിട്ടുള്ളൂ. സ്റ്റിൽ ഗോയിങ് സ്ട്രോങ്ങർ. കാണിച്ചാൽ അതിന്റെ ബേസിസ് ഭഗവത്ഗീതയും ഭാഗവതമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അത് നശിക്കില്ല. ബാക്കിയുള്ള അതായത് ഒരു പെർട്ടിക്കുലർ ആളുടെ ആ ഒരു വൈഭവത്തിന്റെ പിന്നാലെ ആൾക്കാർ പോവുകയാണെങ്കിൽ, ആ ഐശ്വര്യത്തിന്റെ പിന്നാലെ പോവുകയാണെങ്കിൽ, ആ ആള് പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പും നശിക്കും. കുറച്ച് കാലം, കുറച്ച് ഫ്യൂ ഇയേഴ്സ്
ഇയർ ആൻഡ് ദർ നിൽക്കുന്നല്ലാണ്ട് അതെല്ലാം മാൻ ഓറിയന്റഡ് ആണ്. ഇത് നമ്മുടെ എല്ലാം കൃഷ്ണാവബോധമാണ്. ഇസ്കോണിന്റെ പേര് വെക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിന് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്, ചില ഡിവോട്ടീസ് പറഞ്ഞു വൈ കാൺ വി മേക്ക് ഇറ്റ് ഗോഡ് കോൺഷ്യസ്നസ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ഗോഡ് കോൺഷ്യസ്നസ്. പ്രഭു പറഞ്ഞു God is vague. Krishna is supreme personality, but we have to specify Krishna only. We have to put that. അങ്ങനെയാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നുള്ള പേര് വരാൻ കാരണം. ഓക്കെ, ഗോഡ് ഈസ് ഒരു വേഗ് ഐഡിയ ആണ്. അപ്പോൾ അത് നമുക്ക് ഗോഡ് മീൻസ് കൃഷ്ണ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഇറ്റ് മീൻസ് ഇസ് കൃഷ്ണ. അത് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ട വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. സോ സച്ച് പേഴ്സൺസ് ഹൂസ് വെരി പ്രിൻസിപ്പിൾ ഓഫ് ലൈഫ് is to decry the personality of Godhead, cannot surrender unto the lotus feet of Krishna. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഒരിക്കലും ഭഗവാന്റെ പാതാരബിന്ദത്തില് സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ആശ്രയം തേടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ശ്രീ യമുനാചാര്യ ആലബന്ധരു ഓഫ് സൗത്ത് ഇന്ത്യ സെറ്റ്, "Oh my Lord, you are unknowable to persons involved with atheistic principles, despite your uncommon qualities, features, and activities, despite your personalities being confirmed by all revealed scriptures in the quality of goodness, and despite your being acknowledged by the famous authorities, renowned for their depth of knowledge in the transcendent science and situated in the godly qualities." യമുനാചാര്യ രാമാനുജാചാര്യരുടെ ഒരു ഗുരുവാണ്. അദ്ദേഹം പറയുന്നത് ഇത്രയെല്ലാം ക്വാളിറ്റീസും ഇത്രയെല്ലാം ആചാര്യന്മാരും ഗ്രന്ഥങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, അങ്ങയുടെ ആ പൊസിഷൻ, അങ്ങാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ആർക്കും ഇവിടെ കഴിയുന്നില്ല. അതാണ് പറഞ്ഞത്, യു ആർ അൺനോബിൾ ടു പേഴ്സൺ ഇൻവോൾവ് വിത്ത് എത്തിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. അതായത് നിരീശ്വരവാദം, ആ പ്രിൻസിപ്പിൾസ് ആദർശങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ ഇങ്ങനെ ഒരുപാട് അൺകോമൺ സൂപ്പർ നാച്ചുറൽ പവറും ക്വാളിറ്റീസും ഫീച്ചേഴ്സും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തിട്ടും എല്ലാ ഗ്രന്ഥങ്ങളും എല്ലാ റിവീൽഡ് സ്ക്രിപ്ചറും അങ്ങയുടെ ആ സുപ്പീരിയർ അതോറിറ്റി, ആ സുപ്രീം പൊസിഷനെ വീണ്ടും വീണ്ടും ആവർത്തി പറഞ്ഞിട്ടും അങ്ങയുടെ നോളജ്, റിനൗണ്ട് ഫോർ ഡെപ്ത് ഓഫ് നോളജ്, ട്രാൻസെൻഡ് സയൻസ്, ഇങ്ങനെ എല്ലാ ഗുഡ് ക്വാളിറ്റീസും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇങ്ങനത്തെ ആൾക്കാർക്ക് അങ്ങേ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് യമുനാചാര്യ പറയുന്നത്. ശ്രീ യമുനാചാര്യ ആലബന്ധരു ഓഫ് എന്താ ആലബന്ധരു എനിക്കറിയില്ല എക്സാക്ട്ലി എന്താണ് അതിന്റെ വേർഡ് മീനിങ്. മേ ബി ആചാര്യ എന്നായിരിക്കാം. എല്ലാവർക്കും അറിയോ എന്താണെന്ന് ആ വേർഡ് മീനിങ്? ഐഡിയ? ആലബന്ധരു തെലുഗല്ല. Sri Yamunacharya Alabandru of South India said, I don't know what is exactly Alabandru means. Okay, anyway, "Oh my Lord, you are unknowable to persons involved with atheistic principles, despite your uncommon qualities, features, and activities, despite your personalities being confirmed by all the revealed scriptures in the quality of goodness, and despite your being acknowledged by the famous authorities." എല്ലാ ആചാര്യന്മാരും. Okay. അർജുനൻ എന്താണ് പറയുന്നത് ഭഗവത്ഗീത? "പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്തം ഋഷയെ സർവേ ദേവർഷി നാരദസ്തഥ ആശിതോ ദേവലോ വ്യാസോ സ്വയം ചൈവ പ്രവിശിമി." അപ്പോ അർജുനൻ 9 ക്വാളിറ്റീസ് ആണ് ഭഗവാനെ പറ്റി പറയുന്നത്. ഓക്കെ, പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും. ഇതെല്ലാം ക്വാളിറ്റീസ് വേറെ ആർക്കും ഇല്ലാത്തതാണ്, ഭഗവാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഭഗവാന്റെ ക്വാളിറ്റീസ് ആണ്. അതുകൊണ്ട് അങ്ങ് ഭഗവാനാണ്. ഇത് ഞാൻ പറയുന്നല്ല, ഇത് എന്റെ വേർഷൻ അല്ല, അർജുൻ പറയാണ് പിന്നീട്. ആഹസ്തം ഋഷയ സർവേ ദേവർഷി നാരദസ്തഥ ആശിതോ ദേവലോ വ്യാസു. ഇത് ആരാണ്? പരമ ആചാര്യന്മാര്, സെയിൻലി പേഴ്സണാലിറ്റീസ്, ഡിവോട്ടീസ് ലൈക്ക് ആഷിത, ദേവല, വ്യാസ, നാരദ, ഇവരെല്ലാം പറയുന്നതാണ്. എൻ്റെ മാത്രം അഭിപ്രായമല്ല. നാരദനും അഷിതനും ദേവല, വ്യാസ, ഇവരെല്ലാം പറയുന്നത്. പിന്നെന്താ പറയുന്നത്? അത് മാത്രമല്ല, സ്വയം ചൈവ പ്രവീഷിമേ, സ്വയം അങ്ങ് തന്നെ ഇത് ഉദ്ഘോഷിക്കുന്നു അല്ലേ? അഹം സർവസ്യ പ്രഭോ മതാസ്
സർവം പ്രവർത്തിയതേ ഇതി മത്വാ ഭജന്തേ മാം ബുദ്ധഭാവാ സമാൻവിതം മഥ പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളിലൂടെ സ്വയം ഭഗവാൻ തന്നെ ഉദ്ഘോഷിക്കുന്നു, ഞാൻ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആണ്, സുപ്രീം ലോർഡാണ്. ഇതൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത്ര ആചാര്യന്മാർ പറഞ്ഞിട്ടും കൺഫേം ചെയ്തിട്ടും ഇങ്ങനത്തെ ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പാടാണ്, ബുദ്ധിമുട്ടാണ്. Therefore, 1. Grossly foolish persons. 2. The lowest of mankind. 3. The deluded speculators. And 4. The professed atheists. As above mentioned, never surrender into the lotus feet of personality of Godhead in spite of all scriptural and authoritative advice. അതുകൊണ്ട് ഈ 4 തരത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും എല്ലാ സ്ക്രിപ്ചറൽ എവിഡൻസ് ഉണ്ടായിട്ടും എല്ലാ അതോറിറ്റീസും ഇതിനെ സമ്മതിച്ചിട്ടും ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കില്ല. ഭഗവാന്റെ ആ സുപ്രീമസിയെ, അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് ഭഗവാൻ സ്വയം അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചില പ്രഭുപാദ ഈ പർപ്പോട്ട് ചെയ്തിരിക്കുന്നത്. സോ പർപ്പോട്ട് തന്നെ നമുക്ക് 2 ക്ലാസ് എടുക്കേണ്ടി വന്നു, നമ്മളുടെ പരിമിതമായിട്ടുള്ള ആ അറിവ് വെച്ചിട്ട്. അപ്പൊ ശരിക്കും നമുക്ക് നല്ല ഡിവോട്ടീസും കേൾക്കണമെങ്കിൽ ഇതൊക്കെ എത്രയോ ദിവസങ്ങൾ എടുക്കാം, അത്രയും വാസ്റ്റ് ആണ് ഈ സബ്ജക്ട് മാറ്റർ. അപ്പോൾ ടെക്സ്റ്റ് 15 നെക്സ്റ്റ് ടെക്സ്റ്റ് 16 അത് 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കുമെന്നുള്ളതാണ്. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ഈസ് 16. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे।